guys. കൊട്ടിക്കയറുകയാണ് ഓണാഘോഷം. ആവേശം അതിന്റെ പാരമ്യത്തിൽ നിൽക്കുമ്പോൾ ഒരു വെറൈറ്റി ഐറ്റം ഇല്ലാതെ പിന്നെ എന്ത് ഓണം മൂട്. അപ്പോ ഇത്തവണ ഞങ്ങളുടെ പ്രിയപ്പെട്ട റിപ്പോർട്ടർ ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഞങ്ങൾ ഒരുക്കുന്ന ആ ഒരു വെറൈറ്റി ഐറ്റം എന്താണെന്ന് പറഞ്ഞു കൊടുക്കുമെങ്കിൽ. റോഷനി, സാധാരണ നമ്മൾ ഈ പാട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് വേണ്ടി വരും അല്ലേ? പക്ഷേ അതൊന്നും വേണ്ടാത്ത, അതായത് ഈ ഇഡ്ഡലിത്തട്ട്, പ്ലാസ്റ്റിക് ബക്കറ്റ്, പ്ലാസ്റ്റിക് കുപ്പി, ഇതിൽ നിന്നൊക്കെ പാട്ടുണ്ടാക്കുന്ന ഒരു കൂട്ടം വൈറൽ കുട്ടികൾ തരംഗം സൃഷ്ടിച്ച ആ കുട്ടിക്കൂട്ടത്തെ പ്രേക്ഷകർ ഇനി ഒട്ടും താമസിക്കുന്നത്. കാരണം കേരളത്തിൽ മാത്രമല്ല, കേരളക്കരയ്ക്ക് അപ്പുറത്തും ഇവർ വൈറലാണ്. ഒരുപാട് പ്രശസ്തർ ഇവരുടെ വീഡിയോകളൊക്കെ ഷെയർ ചെയ്ത് നിങ്ങളുടെ ഓരോരുത്തരുടെയും മുന്നിലേക്ക്, ഫോണിലേക്ക് ഇവർ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഒരു മുഖവുര വേണ്ട, റീസൈക്കിൾ റിതം നമുക്ക് വെൽക്കം ചെയ്യാം നമ്മുടെ കുട്ടിക്കൂട്ടത്തെ. വെൽക്കം ഡബ്ബ ബീറ്റ്സ്. നമ്മൾ ഓണം അടിച്ചു പൊളിക്കാൻ പോവല്ലേ. കുറെ പുതിയ പാട്ടുകളുണ്ട്. നമ്മൾ ഇവരുടെ ഒരുപാട് പാട്ടുകൾ ഇതിനോടകം തന്നെ വൈറൽ സോങ്സ് ആണ്. നമുക്കറിയാം അനിരുദ്ധ്, സാക്ഷാൽ അനിരുദ്ധിന്റെ പാട്ടായിട്ടുള്ള കുത്ത് ഡാൻസ്, അറബിക് കുത്ത്. സത്യം പറഞ്ഞാല് ഇവരെന്ത് പാട്ട് ചെയ്താലും ആരെങ്കിലും ഒക്കെ ഷെയർ ചെയ്യുന്ന അവസ്ഥയാണ് അല്ലെ? അനിരുദ്ധ് ഷെയർ ചെയ്തിട്ടുണ്ട്, AR റഹ്മാൻ ഷെയർ ചെയ്തിട്ടുണ്ട് അല്ലെ? അങ്ങനെ അനിരുദ്ധിന്റെ അറബിക് കുത്ത് സോങ് ഇവര് പാടുന്നു, ഇവര് കൊട്ടുന്നു. അത് സാക്ഷാൽ അനിരുദ്ധ് തന്നെ ഷെയർ ചെയ്യുന്നു. അങ്ങനെയാണ് ഇവര് ഫേമസ് ആയി മാറിയത് അല്ലേ? എങ്ങനെ ഫേമസ് ആയി ഒന്ന് പറഞ്ഞേ. ഞങ്ങള് ഫസ്റ്റ് അറബിക്കുത്ത് എന്ന് പറഞ്ഞൊരു പാട്ട് ജസ്റ്റ് ഞങ്ങള് റീല് ചെയ്തതാ. അപ്പൊ അത് അനിരുദ്ധ് സാറ് കണ്ടു, അത് സ്റ്റോറി ആക്കി ഇട്ടു. മാത്രമല്ല AR റഹ്മാൻ സാറൊക്കെ സ്റ്റോറി ഇട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ. ഒരു മൊമെന്റ് എന്ന് പറയുന്നത് ഭീകരല്ലേ? അതെ അതെ, നമ്മളൊക്കെ ഒരുപാട് ഡ്രീം കണ്ട ആൾക്കാരാണ് അവര്. നമുക്ക് എത്തിപ്പെടണം, അവരിലേക്ക് എങ്ങനെ എത്തിപ്പെടണം എന്നുള്ള ഒരു ആഗ്രഹമുള്ള ആൾക്കാരാണ്. അപ്പൊ പെട്ടെന്ന് സാധിച്ചു ഞങ്ങക്ക് പെട്ടെന്ന്. ശരി, അപ്പൊ നമുക്ക് ആദ്യമായി കൊട്ടിപ്പാടി തരാൻ പോകുന്ന പാട്ട് ഏതാണ്? ഓണമായ കാരണം പറഞ്ഞറിയാന്ന് പറഞ്ഞൊരു പാട്ട് വേണം. അപ്പൊ നമുക്ക് ഓണം മൂഡ് തന്നെ തുടങ്ങാം. ഓണം മൂഡ് തുടങ്ങാം. ശരിയാ, ഓണം മൂഡ് അങ്ങോട്ട് പിന്നെ ഫയർ മൂഡ് ആവണം അല്ലേ? ഫയർ മൂഡ് ആവണം. അപ്പൊ നമുക്ക് ആദ്യം ആ ഒരു ഓണം മൂഡ് തുടങ്ങാം. തുടക്കം തന്നെ അടിപൊളിയായില്ലേ? ഇനി ഈ ഓണം ഇനി അങ്ങോട്ട് ഫയർ ആവാൻ പോവാണെന്നുള്ളത് വേറൊരു തെളിവ് വേണ്ട. സാധാരണ ആലോചിക്കുന്നത് ഈ പാട്ടുകളൊക്കെ നമ്മൾ മറ്റൊരുപാട് ഇൻസ്ട്രുമെന്റ്സിൽ കേട്ടിട്ടുണ്ടാവും അല്ലെ? പക്ഷെ നോക്കിയേ, പ്ലാസ്റ്റിക് ബക്കറ്റ്, ഇവിടെ മരപ്പലക, അവിടെ ഇഡലി തട്ട്, ഇവിടെ കന്നാസ്. ശരിക്കും പറഞ്ഞാലേ ഇത് നമ്മുടെ പാഴ്വസ്തുക്കളാണ് അല്ലെ? നിത്യോപയോഗ സാധനങ്ങളിൽ നിന്ന്, പാഴ്വസ്തുക്കളിൽ നിന്ന് ഇങ്ങനെ സംഗീതം ഉണ്ടാക്കാമെന്ന് കേരളത്തിൽ ആദ്യമായി ചെയ്തത് നിങ്ങൾ തന്നെയല്ലേ? അല്ലേ? അതിന് കോൺഫിഡൻസ് കുറവില്ല, നിങ്ങളാണ്. ശരിക്കും ഒരു ബാൻഡായി മാറിയത് എങ്ങനെയാ ഈ ഡബ്ബ ബീച്ച്? അല്ല, ഞങ്ങള് ഇങ്ങനെ യാദൃശ്ചികമായിട്ട് ഞങ്ങള് അനിരുദ്ധ് സാറൊക്കെ സ്റ്റോറി ഇട്ടതാണ്. പിന്നെ അതിനുശേഷം നമുക്ക് കുറെ എൻക്വയറീസ് ഒക്കെ വന്നു തുടങ്ങി. ഇങ്ങനെ ഇന്റർവ്യൂ ഒക്കെ എടുക്കട്ടെ എന്ന് പറഞ്ഞത്. അപ്പൊ നമുക്ക് ഒരു ബാൻഡായിട്ട് തുടങ്ങാൻ തന്നെ പ്ലാൻ ഇട്ടു. പിന്നെ നമ്മൾ കൂടുതൽ അതിനെ കുറിച്ചിട്ട് നോക്കിയപ്പോഴാണ് പുറം രാജ്യത്തൊക്കെ ഉണ്ട് ഈ റീസൈക്കിൾ എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ അവിടെ അങ്ങനെ ഇല്ല. അപ്പൊ ഞങ്ങൾ അങ്ങനെ ഒരു കൺസെപ്റ്റിൽ ചെയ്തതാണ്. നമ്മുടെ നാട്ടിൽ ഇവരേ ഉള്ളൂ, പക്ഷേ ഇതും മതി അല്ലേ? ഇതിനപ്പുറം എന്താ വേണ്ടല്ലേ? ഇനി അടുത്തത് ഏതാ? നമുക്കൊരു അടിപൊളി പാട്ടും കൂടി പാടി
കൊട്ടി അങ്ങ് കേറാം. നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞല്ലേ അനിരുദ്ധ നിങ്ങളുടെ സ്റ്റോറിയൊക്കെ ഷെയർ ചെയ്തു. അപ്പം ഞാൻ ഭയങ്കര അനിരുദ്ധ ഫാനാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി അനിരുദ്ധിന്റെ ഇപ്പൊ റീസെന്റ് ഇറങ്ങിയ പാട്ടുകളും ഒക്കെ. ഈ കൂലിയിലെ പാട്ട് അതൊക്കെ എന്ത് അടിപൊളി പാട്ടുകളല്ലേ. കൂലിയിലെ പാട്ട് പുതുതായതുകൊണ്ട് നമുക്ക് അതൊന്ന് നോക്കാം അല്ലേ? പാടാം. യെസ്, ആരാ പാടുന്നേ? ഓക്കെ, അപ്പൊ പുതിയൊരു സോങ്. ഓക്കെ, റെഡി, കം ഓൺ. மொனிகா பெல்லூச்சி இறங்கி வந்தாச்சு, கடல்ல சுத்த வைக்கும் சுனாமியே உண்டாச்சு. மொனிகா பெல்லூச்சி எத்துட்டா எனர்ஜி, கடல்ல சுத்த வைக்கும் சூறாவெள்ளி பொன்னாச்சு. பட்டன்ல பார்த்தாலே பல்சேத்தும் பாடி, பொதுவா மீனெல்லாம் கூத்தாடுவே. இரும்பா கரும்பாக்கும் பப்பாரி லாரி, பாஷா கைப்பட்டு கவுந்த மெல்ல. மோனிகா my dear Monica, love you Monica, baby ma Monica, kichi kichi ma pati kichi ma. Monica, love you Monica, baby ma Monica, kichi kichi ma pati kichi ma. Hey jum 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 jum, tak jum mat jum ma jum, tak jum 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 jum, tak jum mat jum ma jum, tak jum 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 jum, tak jum mat jum ma jum. என்ன கொலைய விட்டிருக்க, கொஞ்சம் கலைய விட்டிருக்க, உன்னை அட்டைய விட்டிருக்க, உன் பகல் கனவுலைய. என்ன கொலைய விட்டிருக்க, கொஞ்சம் கொலைய விட்டிருக்க, உன்னை அட்டைய விட்டிருக்க, உன் பகல் கனவுலைய. உன் வட்டி போ ஒரு கிளாஸுக்கு, அதை பார்த்தா அவனு டிராஃபிக்கு. ஒரு உண்மை சொல்லுவ வேணா வேணா, சரி கொத்து சொல்லட்டுமா? எனக்கு சொத்து சொகம் வந்தா மாத்திடுற தந்தா, பத்தலன்னா மாசம் மாசம் கட்டுற சத்தம். ஒரு சாமா பத்திக்கவா உதட்டோரம் தித்திக்கவா, இருங்காத ஒத்தையில ஒத்தையில. ஒரு வாட்டி சந்திக்கவா பயங்காட்டி வத்திக்கவா, இருங்காத மெத்தையில மெத்தையில. சாவு நேரத்தில் புலம்பி அழுவாத, பூஜா ஆட்டத்தில் இன்னும் சந்தான தொல்ல. நிலைமை கோலத்தில் நேர்மை பார்க்காத, நிலவை காலத்தில் டீசன்சி நல்லா இல்ல. நிலவ சவபாக்கும் தஞ்சாவூர்காரி, மனச ரெண்டாக்கி வர வாக்கில்ல. இரும்ப கரும்பாக்கும் பப்பாரி லாரி, பாஷா கைப்பட்டு கவுந்த மெல்ல. மோனிகா my dear Monica, love you Monica, baby ma Monica, kichi kichi ma pati kichi ma. Monica, love you Monica, baby ma Monica, kichi kichi ma pati kichi ma. Eh jummat jummat jum, tak jummat 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 jum, tak jummat jummat jum, tak jummat 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 jum, tak jummat jumba jumbat jumba jumbat jumba jumbat jumba jummat jummat jum, tak. സാധാരണ ഞാൻ ഇങ്ങനൊന്നും പാടാത്ത ആളാ. ഞാൻ വരെ മോണിക്കാന്നങ്ങ് നീട്ടി വിളിച്ചു പോയിട്ടാ. ശരിക്കും ഞാൻ ആലോചിക്കായിരുന്നു, ഇത് ഈ പാഴ്വസ്തുക്കളിൽ നിന്ന് ഇവർ ഇത്രയും അടിപൊളിയായിട്ട് മ്യൂസിക് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് വെങ്കിനി വേറെ വാദ്യോപകരണം? ശരിക്കും അതാണ് നോക്കി, ഒരു ട്രെൻഡ് സെറ്റർ എന്ന് പറയുമ്പോൾ നമ്മളൊരു ചേഞ്ച് കൊണ്ടുവരാന്നുള്ള എപ്പോഴും ഒരു കാര്യം. ഈ പിള്ളേരെന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം പിള്ളേരെന്ന് പറയാം അല്ലേ, അവരങ്ങനെ ഒരു ട്രെൻഡ് സെറ്ററായി ചേഞ്ച് കൊണ്ടുവന്ന് ട്രെൻഡ് സെറ്ററായി മാറി. ഇവരുടെ ഈ ഇങ്ങനെ ഒരു ബാൻഡ് ഉണ്ടാവുന്നതും ഈ റീസൈക്കിൾഡ് റിഥം എന്ന് പറഞ്ഞ് ഇവര് പേരിടുന്നതും ഒക്കെ ഞാൻ പറഞ്ഞ അനിരുദ്ധിന്റെ ആ ഒരു അറബിക്കുത്ത്, ആ ഒരു സോങ് ഇവരുടെ ചേട്ടൻ അല്ലേ ഇൻസ്റ്റഗ്രാമിൽ ഇടുന്നു. ഇൻസ്റ്റഗ്രാമിൽ നിന്ന് പിന്നെ അങ്ങ് പറക്കുകയാണ് മൊത്തം. കേരളത്തിനപ്പുറത്ത് പല ആളുകളും ഇതങ്ങ് ഏറ്റെടുക്കുകയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇവരെ ഒന്ന് ആ ഒരു പഴയ ഓർമ്മകളിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ അറബിക്കുത്തൊന്ന് കേട്ടാലോ? അല്ലെ, അതല്ലേ നമ്മുടെ തുടക്കം. അപ്പൊ ഈ കുട്ടിപ്പട്ടാളത്തെ വൈറലാക്കിയ ആ പാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അറബിക്കുത്ത്. ഹലമത്തി ഹബീബോ ഹലമത്തി ഹബീ വന്താലെ, ഹലമത്തി ഹബീബോ ഹലമത്തി ഹബീ വന്താ, ഹലമത്തി ഹബീബോ ഹലമത്തി ഹബീ വന്താലെ, ഹലമത്തി ഹബീബോ ഹലമത്തി ഹബീബോ. Malama pita pitate, malama pita pitate, mala pita pitate, malama pitate, malama pita pitate, malama pita pitate, mala pita pitate, malama pitate. Holi holi pakatla sir kurangoli, gali gali bakatla mayangira doli, gali gali motatla abanu dangali, jali jali adi
പഞ്ചാബി ബോയ്. കഴിഞ്ഞു. യെസ് ചെറുതാണെങ്കിലും അടിപൊളി ഇനി നമുക്കൊരു മലയാളം പാട്ട് കേൾക്കാൻ തോന്നുന്നു അല്ലേ? മലയാളം പാട്ട് എന്ന് പറയുമ്പോൾ ഒരു തട്ടുപൊളിപ്പം പാട്ട്. അതെ, കുറെ നമ്മൾ തമിഴ് കേൾക്കുന്നു അല്ലേ? ഒരു ആരാ പാടി തരുന്നത് ഇനി? മലയാളം Come on, ബാ. യെസ്, അപ്പൊ നമുക്കൊരു അടിപൊളി മലയാളം പാട്ടാണ് ഇനി പാടി തരാൻ പോകുന്നത്. പേര് പറഞ്ഞോ? നിരഞ്ജൻ കൃഷ്ണ. നിരഞ്ജൻ കൃഷ്ണ. ഏത് പാട്ടാ മലയാളത്തിലെ? കിങ്ങിണിക്കാറ്റ്. മല്ലു സിംഗ്. മല്ലു സിംഗ്. ഓ, പവർ വരട്ടെ. കിഡിലം പ്ലേലിസ്റ്റ് ഉള്ള പാട്ടാട്ടോ അത്. പടമാണത്. അപ്പൊ നമ്മുടെ നിരഞ്ജൻ പാടാൻ പോകുന്നു മല്ലു സിംഗിലെ പാട്ട്. സോണിയേ 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 काले रंग दा परंद मेरे सजना ने अंद सोनिए डंग 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 काले रंग दा परंद मेरे सजना ने अंद सोनिए वन्न पप्पा पार नच मेरे यार सोनिए सद के मैं जाव सोनिए हाय लकवार सोनिए ओ चोलम कुद कुरुगु तेन्नरे ई पंजाबिന്റെ കുളിരും നെഞ്ചമേ ഒരു കിങ്ങിണി കാറ്റ് വന്ന് കിന്നരം വീട്ടിയരികെ ഒരു ചിങ്കിരി ചൂളമിട്ട് ചിന്തുണത്തെന്നു പതിയെ മഞ്ഞണി പാടമകലേ ഈ ചെന്തുരച്ചേലിലുണരെ ഓ ചോളം കൊയ്ത് കുറുകു തന്നരേ ഈ പഞ്ചാബിന്റെ കുളിരും നെഞ്ചമേ ഡംഗ് 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 അഞ്ചു നദി കൊഞ്ചലുള്ള പഞ്ചവർണ്ണ പനങ്കിളിയേ ചെന്ന് പുഞ്ചയില കൊണ്ടുവന്ന് ചേക്കുരുക്കി ചീലമ്പാടിയേ രംഗ് ത പറന്ത സോണിയേ സജ്ജനാണ് എന്ത സോണിയേ കരിമ്പ് വയലോരത്ത് ദിനനിളയും നേരത്ത് ദിശയുണരും ഇടം കേട്ടുവോ എനിക്കൊരു കാര്യം എന്താണ് ചെയ്യണം നിരഞ്ജൻ? അടിപൊളി അടിപൊളി അടിപൊളി. ഇവര് ഓരോരുത്തരും നമ്മുടെ മുത്തുമണികളാണ് കേട്ടോ. ഭാവി വാഗ്ദാനം ഒന്നും പറയാനില്ല. ഇപ്പോൾ തന്നെ ഇവര് സ്റ്റാറുകളായി കഴിഞ്ഞു. നമ്മൾ ഈ സിനിമയില് കേട്ട അതേ ഫീലാണ്. ആ പാട്ടിന് വല്ലാത്തൊരു ഫീൽ. കണ്ണടച്ചൊക്കെ കേൾക്കുമ്പോ, പ്രത്യേകിച്ച് ഇപ്പൊ ചില സംഗതികളൊക്കെ വരുമ്പോ ഒരു ഭയങ്കര ഫീലാ. സംഗതികളൊക്കെ ഓക്കെ ആയിരുന്നല്ലോ അല്ലേ? സംഗതിയൊക്കെ ആയിരുന്നു. സെറ്റ് ആയിരുന്നില്ലല്ലോ. പിച്ചൊക്കെ അടിപൊളിയായിരുന്നു. എനിക്കൊരു ആഗ്രഹം വെങ്കി, A.R. റഹ്മാൻ, സാക്ഷാൽ A.R. റഹ്മാൻ ഇവരുടെ പാട്ട് സ്റ്റോറി ഇട്ടിട്ടുണ്ട് അല്ലേ ഇൻസ്റ്റഗ്രാമില്. പ്രേക്ഷകർക്ക് ഇൻസ്റ്റഗ്രാം കയറിയാൽ മനസ്സിലാവും എത്ര പ്രഗത്ഭരാണ് ഇവരുടെ പാട്ട് കേട്ട് ഞെട്ടിയിട്ടുള്ളത്. അപ്പൊ എനിക്കൊരു ആഗ്രഹം, നമുക്ക് A.R. റഹ്മാന്റെ ഒരു പാട്ട് കേൾക്കണ്ടേ? വേണ്ടേ? ഒരു ഉഷാറ് കുറവുണ്ട്. വേണ്ടേ? A.R. റഹ്മാന്റെ പാട്ടില്ലാത്ത ഒരു കൺസേർട്ട് പോലും ലോകത്തുണ്ടാവില്ല. ഡബ്ബാബീസ് നമ്മൾ വെറുതെ വിടണോ? അപ്പൊ നമുക്ക് A.R. റഹ്മാന്റെ ഒരു പാട്ട് ഏതാണ്? സൂപ്പർ, പോരട്ടെ. കണ്ണിൽ വരും കാഴ്ചയെല്ലാം കൺമണിയെ ഉറുത്തും കാണാതവും ഒരുവും കണ്ണുക്കുള്ളേ നിൽക്കും കണ്ണിൽ വരും കാഴ്ചയെല്ലാം കൺമണിയെ ഉറുത്തും കാണാതവും ഒരുവും കണ്ണുക്കുള്ളേ നിൽക്കും കണ്ണ് തക്കി തക്കി തക്കുങ്കിതുവോ ഉള്ളം ദിക്ക് ദിക്ക് ദിക്കുങ്കിതുവോ നെഞ്ച് ചല് ചല് ചലുങ്കിതുവോ ചല് 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 ചലുങ്കിത് പരാഗ നദിക്കരവോരം ഒരേ ഒരു പാർവയെ பார்த்து പുരാവേ നില്ലെന്ന് சொன்னே കനാവായി ഓടി പറഞ്ഞ പരാഗ നദിക്കരവോരം ഒരേ ഒരു പാർവയെ பார்த்து പുരാവേ നില്ലെന്ന് சொன்னே കനാവായി ഓടി പറഞ്ഞ
கைய உறுத்தும் காணாதவும் வருவோம் கண்ணுக்குள்ளேயே நிற்கும் பஞ்சவர்ண கிளி நீ பறந்த பின்னாலும் அஞ்சுவனோ நெஞ்சில் இருக்கு பஞ்சவர்ண கிளி நீ பறந்த பின்னாலும் அஞ்சுவனோ நெஞ்சில் இருக்கு பறந்து வந்து விருந்து கொடுக்கும் மனசுக்குள்ள ஜடுகுடு ஜடுகுடு மயக்கத்துக்கு மருந்துன்னு குடு குடு ஓ காவேரி கதையில் மரமாயிருந்தால் வேருக்கு யோகமடி என் கையில் ரெண்டும் தாவணியானால் காதல் பழுக்குமடி கண்ணு தக்கு தக்கு தக்குங்குதுவோ உள்ளி திக்கு திக்கு திக்குங்குதுவோ நெஞ்சு சல்லு சல்லு சல்லுங்குதுவோ சல்லு 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 சல்லுங்குது வராக நதி கரவோரம் ஒரு பார்வையை பார்த்த புறாவே நில்லுங்க சொன்ன ഓ ആഹാ, വാക്കുകളില്ല സന്തോഷം. അല്ലേ? എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയത് കേട്ടപ്പോ. കാരണം നമ്മള് ശരിക്കുള്ള സിനിമയിൽ അതേ പാട്ട് Yes. ശരിക്കും പാടി അല്ലെ, നിരഞ്ജൻ പാടി അല്ലെ. എനിക്ക് അത്രയും സന്തോഷം അപ്പൊ തോന്നി. ഇനി ഇനി എന്താണ് വെങ്കി വേണ്ടത്? ഇനി നമ്മൾ എന്തായാലും ഇത്രയും പാട്ടൊക്കെ പാടിച്ചു, എന്തായാലും ഓണമൊക്കെ അല്ലേ, അതെ. അപ്പൊ എല്ലാവരുടെ ഓണവിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിക്കണ്ടേ അല്ലെ. ഞാൻ ആലോചിക്കായിരുന്നു റോഷനെയും, ഇവരെല്ലാവരും അല്ലെ, നിങ്ങളെല്ലാവരും ഇപ്പൊ ഒരു ബാൻഡൊക്കെ തുടങ്ങി കുറെ എന്താ പറയാ വീട്ടിലേക്ക് അത്യാവശ്യം പൈസ ഒക്കെ കൊടുക്കുന്ന ആൾക്കാരല്ലേ. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ അച്ഛനമ്മമാർക്കൊക്കെ നിങ്ങൾ ഈ ഓണത്തിന് എന്തൊക്കെയാണ് മേടിച്ചു കൊടുക്കുക? സാധാരണ ചെറിയ കുട്ടികളൊക്കെ അച്ഛനമ്മമാർക്ക് മേടിച്ചു കൊടുക്കുക പറയുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാവില്ലേ അല്ലെ റോഷ്നി? അങ്ങനെ വല്ലതും കൊടുത്തിട്ടുണ്ടോ അച്ഛനമ്മമാർക്ക്? പക്ഷെ അവരുടെ അച്ഛനമ്മമാർക്ക് കിട്ടിയ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് അത് ഈ ഒരു ഓണക്കാലത്തല്ല, ഇതുപോലുള്ള തങ്ക കുടങ്ങളായ മക്കളെ കിട്ടിയില്ലേ അല്ലേ? അത് ശരിയാണ്. ഇത്രയും വലിയ കലാകാരന്മാർ ഇവരൊക്കെ അയൽവാസികളാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ എല്ലാരും കൂടി ഒരുമിച്ച് കൂടി സാധാരണ ഇങ്ങനെ ഇരുന്ന് നമ്മുടെ ബക്കറ്റിലും അല്ലെ പാഴ്വസ്തുക്കളിലൊക്കെ കൊട്ടുമായിരുന്നു. അങ്ങനെയാണ് നിങ്ങൾ ഒരു പാട്ടങ്ങ് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തത് അല്ലേ? എല്ലാവരും അയൽവാസികളാണോ? തൊട്ടടുത്ത വീട്? എല്ലാരും തൊട്ടടുത്ത വീട്ടിൽ തന്നെയാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഇപ്പൊ എത്ര വയസ്സായി ശരിക്കും? ഇതിൽ ഏറ്റവും വയസ്സ് കുറവുള്ള ആൾ അദ്ദേഹം ആയിരിക്കും അല്ലേ? ഇതിലെ ഈ ഗ്രൂപ്പിൽ ഏറ്റവും പ്രായം കുറഞ്ഞ കൊച്ചുമിടുക്കനാണിത്. പേര് പറഞ്ഞേ? ഇതൻ പാട്ട് പാടുവോ? അപ്പൊ ഇതന്റെ പാട്ട് നമുക്ക് കേൾക്കാം. ഇതൻ ഏത് പാട്ടാ പാടാ? റാപ്പ്. വേടന്റെ ഫാനാണോ? കണ്ടോ? ഈ കണ്ണട കണ്ടപ്പോ തന്നെ എനിക്കൊരു ഡൗട്ട് തോന്നി, കുട്ടി വേടനാണ് ഇവൻ അല്ലേ? പുതിയ റാപ്പർമാരൊക്കെ വളർന്നു വരും കേട്ടോ. അപ്പൊ വേടൻ ഒരു വെല്ലുവിളിയാവോ നമുക്ക് വേണമെങ്കിൽ നോക്കാം. എന്തായാലും വേടന് നമ്മളൊരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്താലോ? എന്നാ പാടിക്കോ. വെള്ളത്തിൽ വരച്ചൊരു വരയാകുമോ? ഇനി തന്നെ മഞ്ഞ ഇനി നായകനോ ഉന്നം കല്ലാക്കി മാറ്റിയ നാവികനോ ഉന്നം കല്ലാക്കി വെള്ളത്തിൽ നാവികനോ പെരും കടൽക്കാരനോ അതോ ഇരക്കാരനോ നളവലയിൽ കുടുങ്ങുന്നത് മീനാണോ അതോ ഞാനാണോ കടൽ മീനാണോ നാളെ കര പോയി ചേരുന്നത് നീയാണോ അതോ ഞാനാണോ നീയാണോ ഞാനാണോ ആരാണോ?
ഇവൻ നമ്മുടെ കുട്ടി വേടനാണ് ഇനി അതെ. അല്ലെ? ഇനിയിപ്പോ അങ്ങോട്ട് ഭാവിയുടെ വാഗ്ദാനാണ് വേടനെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ആര്? ഡാപ്സിനെ കണ്ടിട്ടുണ്ട് അല്ലേ? ഡാപ്സി കണ്ടിട്ട് മോനോട് എന്താ പറഞ്ഞേ? അന്ന് സ്റ്റേജിൽ വെച്ച ഡാപ്സി എന്താ പറഞ്ഞേ? വലിയ നിലകളിലേക്കൊക്കെ എത്താൻ പറ്റും എല്ലാവർക്കും. എങ്ങനെ? എല്ലാവർക്കും വലിയ നിലകളിലേക്ക് എത്താൻ പറ്റും പറഞ്ഞു. എല്ലാവർക്കും വലിയ നിലയിലെത്താൻ പറ്റും. ഇവര് ഡബ്സിനെ കണ്ടു എന്ന് മാത്രമല്ല ഡബ്സിയുടെ കൂടെ സ്റ്റേജിൽ പാടും ചെയ്തു ഇല്ലേ? അല്ലേ? അതൊരു വല്ലാത്ത മൊമെന്റ് ആയിരുന്നു അല്ലേ? ഡബ്സി ആരാധകരാണ് എല്ലാവരും. ഇവരെ വളർത്തിക്കൊണ്ട് വരുന്നതിൽ തന്നെ ഡബ്സിക്ക് ഒരു പങ്കുണ്ട്. ഇൻസ്റ്റഗ്രാമിലൊക്കെ ഡബ്സി പങ്കുവെച്ച വീഡിയോകളൊക്കെ മില്യൺ വ്യൂ ആണ് അല്ലേ? മാത്രമല്ല നമ്മുടെ സ്വന്തം മണിച്ചേട്ടന്റെ പാട്ടുകൾ ഇവര് വളരെ മനോഹരമായി. അതാണ് ഈ മണിച്ചേട്ടന്റെ പാട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ചേട്ടാ. ഒരു ഭയങ്കര രസമായിട്ട് ഒരു പാടുന്നുണ്ട്. ഈ തൃശ്ശൂർ ഗടികള് നമ്മുടെ ചാലക്കുടിക്കാരൻ മണിച്ചേട്ടന്റെ പാട്ട് പാടിയില്ലെങ്കിൽ പിന്നെ എങ്ങനെ ശരിയാവാ? അതാണ്. അപ്പൊ നമുക്ക് മണിച്ചേട്ടന്റെ പാട്ടായാലോ? ആരാ പാടുന്നേ? മണിച്ചേട്ടന്റെ പാട്ടാരാ? ഡബ്ബ ബീറ്റ്സിന്റെ മിടുക്കൻ ആദർശാണ് നമുക്ക് ആ പാട്ട് പാടിത്തരാൻ വേണ്ടി വരുന്നത്. കമോൺ ആദർശ്. സ്വന്തം മണിച്ചേട്ടന്റെ പാട്ട് ആദർശ് പാടും. അപ്പൊ നമ്മുടെ തൃശ്ശൂർ ഗടികൾ ഇതാ മണിച്ചേട്ടന്റെ പാട്ട് പാടാൻ പോകുന്നു. തൃശ്ശൂർ ഗഡികൾക്ക് വേണ്ടിയുള്ളൊരു ഡെഡിക്കേഷനും കൂടി അല്ലേ? അപ്പോ തുടങ്ങാം. പൊട്ടു പൊട്ടു മെയ്യടി തൊട്ട് തൊട്ട് തേനടി പൊട്ടു പൊട്ടു പൂവടി തൊട്ട് തൊട്ട് തേനടി ചെറുതാളി രംഗിളി തളിരിലങ്കിളി താമരക്കിളിയേ ഇനി ഞാൻ നിനക്കൊരു മാലയും കൊണ്ട് തകതോ തുടിയാന മത്തള ചെണ്ട ചെങ്കില ആനവട്ടവുമായി ഇനി നാട്ടറിയണ വേലിക്കൊട്ടന് തകതോ അല്ലിക്കുടമേ ചെല്ലക്കിളിയേ പൂർമ്മിച്ചക്കനെ കുത്തിരി കുത്തിരിത്താ വളക്കിലിക്കണ കുഞ്ഞോളെ ചിരി പൊളിക്കണ മുത്തോളെ വഴിയരികിൽ പൂത്ത് നിൽക്കണ പിന്നാരെ തനിച്ചിരിക്കണ നേരത്ത് അടുത്തു വന്നവനാരാണ് അവനൊരിക്കൽ ചൊന്ന കാര്യമെന്താണ് വെയിൽ കൊള്ളണ നേരം മഴ വിരിക്കുന്നവരാര് മാറ്ററിയണ നേരം അപ്പൊ മണിച്ചേട്ടന്റെ പാട്ടില്ല എന്നുള്ള സങ്കടം മാറിയില്ലേ വെങ്കി? സങ്കടം മാറി. തൃശ്ശൂർക്കാരനായ വെങ്കിക്ക് ഒരു സന്തോഷമായില്ലേ? സന്തോഷമായി. കാരണം മണിച്ചേട്ടന്റെ പാട്ടിൽ അതൊരു തൃശ്ശൂരുകാരനില്ല. അതാണ് സത്യം. അപ്പൊ ഇനി നമുക്ക് ആദർശനോട് വീണ്ടും ചോദിക്കാം, അടുത്ത ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? അടുത്തത് പടകാളി. പടകാളി ഇല്ലാതെ എന്ത് മലയാളി? അപ്പൊ എന്തായാലും ഓണത്തിന് ഒരു കിടിലന പാട്ടായിക്കോട്ടെ അല്ലെ? പടകാളി. ഓക്കെ റോഷ്നി, നമ്മൾ ഒരുപാട് അടിപൊളി പാട്ടുകൾ കേട്ട് കഴിഞ്ഞു. ഇനി ഒരു പൊള്ളപ്പം പാട്ട് കൂടി വേണ്ടേ? അതോടെ നമുക്ക് അവസാനിപ്പിക്കണം അല്ലെ? അപ്പൊ നമുക്ക് ആ പാട്ട് ഏതാ ആദിത്യ? പടകാളി. പടകാളി. അപ്പൊ പടകാളി ഇല്ലാതെ എന്ത് മലയാളി? അതെ. പക്ഷെ പടകാളിക്ക് ഒരു കാര്യമുണ്ട്, ഒരു കോമ്പറ്റീഷൻ വേണം അല്ലേ? അപ്പൊ വയലിനെ വിളിക്കാം അല്ലേ? നമുക്ക് ഒറിജിനൽ വയലിനെ വിളിക്കാം. ആദിത്യൻ കം ഓൺ. യെസ്. അപ്പൊ നമ്മളിതാ ഈ ഡബ്ബ ബീറ്റ്സിന്റെ വളരെ ആവേശകരമായ പാട്ടുകൾ ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷെ ഇവരുടെ യാത്ര അവസാനിക്കുന്നില്ല. അവസാനമായി ഈ അങ്കത്തട്ടിൽ പടകാളിയിൽ അംഗം കുറിക്കുകയാണ് ഇവര് അല്ലേ? ആദിത്യൻ ആൻഡ് ആദർശ്. വച്ചാരടോ ആ കുന്നിത്തൈ മേലെ നന്ദിക്കിടയിലടക്കൽ കാച്ചു ചിന്തപ്പം മാങ്ങാപ്പഴം തൊലിയുടെ തൊലി തുലിയരികിലൊരു അമ്മ ചെറുപയിലറ കുരുങ്ങി പാരുങ്ങി അയ്യേ കുരുമള കരിപൊടി ഒരു കുടി എന്നിഷ്ടം തന്നിഷ്ടം തകഴുണ്ടാരോ പിടകാണെ പീടയ്ക്കും കുഞ്ചാതൽ കൊഴുത്താൻ പിന്നാലെ കൂറുക്കൻ തകഴുണ്ടാരോ ആനത്തടിയനും ആനക്കൊടയനും ആനത്തടിയിലും അമ്പാടിച്ചെറുതവള കുഞ്ഞിനെ മറയറ്റം വരെ നടക്കലടാ ഒരു കൈ പൊരുതാൻ കരുതി എറിയാൻ എതിരെ
വാടാ കുഴിമണിയാ. നടകാടി ചങ്കിരി ബോട്ടിൽ മാർക്കിൽ ബോധിനിടയിൽ അരിവോടും ഇത്തിരി കനിയണമേ. പറമേളം ചെണ്ടച്ചെങ്കൽ എത്തിരിമത്തല വരമണികിണിങ്ങിണി തലാളം തക്കടകടതകതാ. ഭൂമി തുരന്നു നീ അപ്പുറം പോയിടേ വൈഡൂര കൊട്ടാരം കട്ടം കെട്ടാൻ. വൈഡൂര കൊട്ടാരം സ്വപ്നത്തിൽ കെട്ടാനോ ഗതിയില്ലാത്തോനെന്തും വീമ്പടക്കാം. കാണാൻ പോകണ പൂരം ചൊല്ലണ ധാരാളം പടവും ചാടി. നീയോ നിന്റെ പുറപ്പവകാശക്കാരോ ചെല്ലണ ഉച്ചാടി. ഒട്ടച്ചാടും ദൂരം ചാടും കോഴിച്ചാത്തന മാനം മുട്ടൻ മോഹം. ഗുണതാ ഗുണതാ പറയാതടി വൈകൂവേ സംഗണിയും കൈടം പറയും പൂവേ. കളി പറയാൻ സ്വറ പറയാൻ മടിയനുമുണ്ട് പൊങ്ങച്ചം. അവ കഴിടാൻ മകവയിടാൻ മടിയന് ചട്ടത്തരമുള്ള മടിയിൽ വൈ യമോടിയാ മലമടിയാ തടിമടയാ മടിയാ തടിയാ ഇലിയാ പൊറിയാ വെറുതെ ചെറുതെ വാടാ പോടാ പോയി ചെല്ലുന്നു ചില്ലറവരും ചെറുക്കുരു വേലകളിൽ തെളിയും പതിനെട്ടടവും പിഴയും നേരം പിടിയും കെട്ടുമടാ. പടകാടി ചങ്കിരി ബോട്ടിൽ മാർക്കിൽ ബോധിനിടയിൽ അരിവോടും ഇത്തിരി കനിയണമേ. പടകാളി ചങ്കിരി ബോട്ടിൽ മാർക്കിൽ ബോധിനിടയിൽ അരിവോടും ഇത്തിരി കനിയണമേ. Yes. അപ്പൊ ഇനി എന്ത് വേണം ഈ ഓണത്തിന്? ഇനി സന്തോഷമായി. എന്ത് വേണം? അതെ. അത്രയും വലിയൊരു വിരുന്നാണ് നമ്മുടെ ഈ കൊച്ചു കലാകാരന്മാര്, ഈ കുട്ടിക്കൂട്ടം, തൃശ്ശൂരിന്റെ സ്വന്തം അതെ. ഘടികള് അതെ ശരിക്കും പ്രേക്ഷകർക്ക് പറഞ്ഞാൽ നൽകിയത്. ഓണസദ്യക്കൊപ്പം ആ ശരിക്കും ഇതും കൂടി വെക്കാം അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക് വെങ്കി, നമ്മുടെ സദ്യയുടെ കൂട്ടത്തിൽ ആ അടപ്രഥമനും പപ്പടവും ആ പഴമൊക്കെ കുഴച്ചങ്ങ് കഴിക്കുന്ന നേരത്ത് അതിന്റെ ക്ഷീണത്തിലിരിക്കുന്ന മലയാളിക്ക് മുന്നിലേക്ക് നമ്മുടെ ദേ Yes. ഈ കൊച്ചു മിടുക്കന്മാരുടെ ഈ പാട്ടുകളും കൊട്ടലും നമ്മൾ കൂടി അങ്ങോട്ട് വെച്ചു എത്തിയപ്പോൾ കൊടുക്കും അതെ. അല്ലേ? അത് സദ്യയേക്കാളേറെ മധുരം ഉണ്ടായിരുന്നു അല്ലേ? യെസ് ആ. ശരിക്കും ഈ പടകാളി എന്നൊക്കെ ആ ഒരു എനർജി ഒക്കെ ഇങ്ങനെ സദ്യയൊക്കെ കഴിക്കുമ്പോൾ ആലോചിച്ചേക്ക് റോഷിനി. അതെ. സദ്യ കഴിക്കുമ്പോൾ പടകാളി കേട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ ആ ഒരു എനർജി ഒക്കെ Yes, ആലോചിച്ചേക്ക്. അപ്പൊ സൂപ്പർ. നമുക്ക് ഒന്നേ പറയാനുള്ളൂ, ഇതിലും അധികം ഇതൊക്കെ മേലെ തകർക്കണം ഇനി അങ്ങോട്ട്. ഇപ്പോ നിങ്ങളെ സ്റ്റോറി പങ്കുവെച്ച, നിങ്ങളെ അഭിനന്ദിച്ച ഒരുപാട് യാത്രകളൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? പല സ്റ്റേജുകളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയല്ലേ? അപ്പൊ ഒരുപാട് സ്റ്റേജുകൾ ഇനി കിട്ടട്ടെ. ഒരുപാട് സംഗീതജ്ഞന്മാര് നിങ്ങളെ കുറിച്ച് നല്ല വാക്കുകൾ പറയട്ടെ. നിങ്ങൾക്കും ഈ മലയാള സംഗീത ലോകത്ത് അതിനപ്പുറത്തും ഒക്കെ ഒരു നല്ലൊരു സ്ഥാനം കിട്ടട്ടെ. അപ്പൊ ഉഷാറായി മുന്നോട്ട് പോട്ടെ വെങ്കി. റോഷിനി അപ്പൊ നമ്മൾ എന്തായാലും അവസാനിപ്പിക്കല്ലേ? ആ. അപ്പൊ നമ്മൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു ഓണാശംസകളൊക്കെ ആയിട്ട് പോയാലോ? പിന്നെന്താ? അവസാനിപ്പിക്കാം അല്ലേ? അല്ലേ? അപ്പോ Yes. റിപ്പോർട്ടർ ടിവിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി ഹാപ്പി ഓണം.